രാജ്യത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ തിരിച്ചടയ്ക്കണമെന്ന അധിക ബാധ്യത വിഴിഞ്ഞം തുറമുഖത്തിന് മാത്രം. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം സമ്മതിച്ചത്. രാജ്യത്ത് ഇതുവരെ 71 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് VGF നൽകിയിട്ടുണ്ടെന്നും ഇവയ്ക്കൊന്നും തിരിച്ചടവില്ലെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തമാകുന്നു. വിഴിഞ്ഞം പദ്ധതിക്കായുള്ള അടിസ്ഥാന സൗകര്യത്തിന് കേന്ദ്രം നൽകിയ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് സഹായം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ നീക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ രാജ്യത്ത് VGF സഹായം നൽകിയ വികസന പദ്ധതികളിൽ വിഴിഞ്ഞത്തിന് മാത്രമാണ് തിരിച്ചടവെന്ന മാനദണ്ഡം കേന്ദ്രം കർശനമാക്കിയിരിക്കുന്നത്. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര അവഗണന വ്യക്തമാക്കുന്ന മറുപടി ലഭിച്ചത്. രാജ്യത്ത് ഇതുവരെ 71 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് VGF നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ കേന്ദ്രം വിഴിഞ്ഞം തുറമുഖത്തിന് മാത്രമാണ് തിരിച്ചടവെന്നും സമ്മതിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് കേരളത്തോടുള്ള വിവേചനം വ്യക്തമാക്കുന്ന മറുപടി നൽകിയത്. കഴിഞ്ഞ ഡിസംബറിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ഇതേ ചോദ്യം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നെങ്കിലും അന്ന് വിശദീകരണം നൽകാതെ കേന്ദ്രം ഒഴിഞ്ഞുമാറിയിരുന്നു. എന്നാൽ ഇത്തവണ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഇതേ സഹമന്ത്രി തന്നെ വിഴിഞ്ഞത്തിന് മാത്രമാണ് പ്രീമിയം തുക കേന്ദ്രവുമായി പങ്കിടണമെന്ന അധിക നിബന്ധന ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി പദ്ധതിക്ക് പോലും കേന്ദ്രം തിരിച്ചടവ് ഒഴിവാക്കിയപ്പോഴാണ് കേരളത്തോടുള്ള അവഗണനയുടെ ആഴവും അനീതിയും വ്യക്തമാകുന്നത്. 12,000 കോടിയോളം രൂപയുടെ ഭീമമായ ബാധ്യതയാണ് ഇതുവഴി കേരളത്തിന് മേൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ ആരോപണം ഉന്നയിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത അധിക ബാധ്യതയാണ് അടിച്ചേൽപ്പിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവയെല്ലാം ശരിവെക്കുന്നതാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയുടെ രാജ്യസഭയിലെ മറുപടി. കൈരളി ന്യൂസ്, ദില്ലി.